പ്രൈസ് ദി ലോർഡ്. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം അതിൻ്റെ 13-ാമത്തെ അധ്യായം 24-ാമത്തെ വാക്യത്തിൽ പ്രകാരം പറയുന്നു. അവൻ മറ്റൊരു ഉപമ അവരോട് പറഞ്ഞത്, സ്വർഗരാജ്യം ഒരു മനുഷ്യൻ തൻ്റെ നിലത്ത് വിത്ത് വിതച്ചതിനോട് സദൃശ്യമാകുന്നു. മനുഷ്യർ ഉറങ്ങുമ്പോൾ അവൻ്റെ ശത്രു വന്ന് ഗോതമ്പിൻ്റെ ഇടയിൽ കള വിതച്ച് പോയി കളഞ്ഞു. ഞാറ് വളർന്നു കതിരായപ്പോൾ കളയും കാണായി വന്നു. അപ്പോൾ വീട്ടുടയവൻ ദാസന്മാർ അവൻ്റെ അടുക്കൽ വന്ന്, യജമാനെ, വയലിൽ നല്ല വിത്തല്ലയോ വിതച്ചത്, പിന്നെ കള എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചു. അതിന് ശത്രു ചെയ്തതാകുന്നു അവരോട് പറഞ്ഞു. നല്ല വചനങ്ങൾക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു, ഉപമകളാൽ കർത്താവ് ഇത് നമ്മളോട് പറയുന്നത്. ശത്രു വന്ന് അവർ ഉറങ്ങിയപ്പോൾ, യജമാനൻ ഉറങ്ങിയപ്പോൾ ശത്രു വന്ന് കള അതിൻ്റെ ഇടയിൽ, ഗോതമ്പിൻ്റെ ഇടയിൽ നട്ടതായിട്ട് പറയുന്നു. നമ്മുടെ ജീവിതത്തിലും വിശ്വാസികളായിട്ടുള്ള നമ്മൾ ഓരോരുത്തരും ഉറങ്ങുന്ന ഒരവസ്ഥ, ആത്മീയ ഉറക്കം നമ്മുടെ ജീവിതത്തിൽ വരാൻ പാടില്ല. എപ്പോഴും നമ്മൾ ഉണർന്നിരിക്കണം. നമ്മുടെ ആത്മാവ് എപ്പോഴും ഉണർന്നിരിക്കണം. രാത്രിയിൽ ഉറങ്ങുകയാണെങ്കിലും ആത്മാവ് ഉണർന്നിരിക്കണം. എപ്പോഴും അത് ഒരു ലേസി ആയി പോകരുത്, അല്ലെങ്കിൽ ചെയ്യേണ്ട കാര്യം ചെയ്യാതെ വിട്ടു പോകരുത്. ഉറക്കം വന്നു കഴിഞ്ഞാൽ ഇതുപോലെ ദുഷ്ടൻ വന്ന് കളവ് വിതയ്ക്കും നമ്മുടെ ജീവിതത്തിലും. അങ്ങനെ പറ്റാതിരിപ്പാൻ ദൈവം സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ ആമേൻ.